പരാതിക്കാരൻ മരിച്ചാൽ നിയമപരമായ അവകാശികൾ അല്ലാത്തവർക്കും കേസ് നടപടികൾ തുടരാമെന്ന് ഹൈക്കോടതി. കേസ് നടത്തിപ്പിൽ അനന്തരാവകാശികൾ മുന്നോട്ട് വരാത്ത പക്ഷം നിയമാനുസൃതം മറ്റൊരാൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, സാധാരണ നമ്മൾ കണ്ടുവന്നിരുന്ന പല സംഭവങ്ങളുമുണ്ട്. അതായത് പരാതിക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ അവിടെ നിന്ന് അതിനൊരു മാറ്റം വരികയാണ് ജസ്റ്റിസ് എടപ്പകത്തിൻ്റെ ഉത്തരവോടുകൂടി. രാഗി, വലിയൊരു നിയമ പ്രശ്നത്തിനാണ് ഇവിടെ പരിഹാരം ആയിരിക്കുന്നത്. കാരണം സാധാരണ നിലയ്ക്ക് എപ്പോഴും നിയമ വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന വലിയൊരു സംശയവും വലിയ ആശങ്കയും എല്ലാം തന്നെയാണിത്. സാധാരണ നിലയിൽ ഒരു കേസ് വളരെ ശക്തമായി ഒരാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ദൗർഭാഗ്യവശാൽ അയാളുടെ മരണം സംഭവിക്കുകയും അതോടുകൂടി കേസ് പിന്നീട് ആരും മുന്നോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷവും ആ കേസ് അവിടെ അവസാനിപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. ഏത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അയാൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ മരണശേഷം അത് പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. സാധാരണ നിലയ്ക്ക് ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടാകില്ല. എന്നാൽ ഒരു പൊതുവിഷയമോ മറ്റു പൊതു താല്പര്യമുള്ള പ്രശ്നമോ ആയിരിക്കാം ആ വ്യക്തി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അത്തരം ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ സങ്കീർണമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ വ്യക്തമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ അവകാശികളല്ലാത്തവർക്കും കേസ് നടപടികൾ തുടരാമെന്ന കോടതിയുടെ ഒരു ഉത്തരവ് കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുകയും ചെയ്തത്. പരാതിക്കാരൻ മരണപ്പെടുമ്പോൾ തുടർന്നുണ്ടാകുന്ന കേസ് നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനന്തരാവകാശികളല്ലാത്തവർക്ക് സാധിക്കുമോ എന്ന കാര്യത്തിലാണ് കോടതി കൃത്യമായ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അനന്തരാവകാശികൾ അല്ലാത്തവർക്കും അതിനുള്ള അവകാശമുണ്ട്. പരാതിക്കാരൻ മരണപ്പെട്ടു പോയാൽ അനന്തരാവകാശികൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നിയമാനുസൃതം മറ്റൊരാൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. നിർണായകമായ ഉത്തരവാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെതായി പുറത്ത് വന്നിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.